മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിൽ തൃശൂർ കോർപ്പറേഷന് വീഴ്ച. ശുചീകരണത്തിനുള്ള ഡിവിഷൻ ഫണ്ട് ഇതുവരെയും നൽകിയില്ല. പ്രതീകാത്മക പ്രതിഷേധവുമായി LDF കൗൺസിലർമാർ. കളിപ്പാട്ട മണ്ണുമാന്തി യന്ത്രങ്ങൾ കോർപ്പറേഷന് മുന്നിൽ കെട്ടിവലിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ നഗരത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ ആകെ താളം തെറ്റിയ നിലയിലാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് 60,000 രൂപയാണ് ഒരു ഡിവിഷൻ അനുവദിക്കാറുള്ളത്. കാനകൾ വൃത്തിയാക്കാനും പുല്ല് വെട്ടാനും 40,000 രൂപയും ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് 20,000 രൂപയുമാണ് നൽകാറുള്ളത്. എന്നാൽ കോൺഗ്രസിന്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം ഈ തുക ഡിവിഷനിലേക്ക് നൽകിയിട്ടില്ല. മാർച്ച് ആദ്യവാരം നടന്ന കൗൺസിൽ യോഗത്തിൽ വിഷയം അജണ്ടയായി അവതരിപ്പിച്ച് പാസാക്കിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ മേയർക്കും ഭരണസമിതിക്കും വീഴ്ച സംഭവിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മേയറടക്കമുള്ള ആളുകൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിനകത്ത് വലിയ രീതിയിലേക്കുള്ള അലംഭാവമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിൽ തന്നെ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉള്ള ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ മഴക്കാലപൂർവ്വം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഇന്നിപ്പോൾ കട്ടപ്പുറത്തിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷനകത്തുള്ളത്. പല ഡിവിഷൻ കൗൺസിലർമാരും ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് ലഭിക്കാത്ത അവസ്ഥയാണ് എന്നുള്ളത്. അത് ഭരണകക്ഷി കൗൺസിലർമാരായാലും ശരി, പ്രതിപക്ഷ കൗൺസിലർമാരായാലും ശരി, ഇവർക്കാർക്കും തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ യന്ത്രങ്ങൾ ലഭിക്കാതിരിക്കുന്ന അവസ്ഥയാണുള്ളത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ വേനൽ മഴയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നൊരവസ്ഥയാണുള്ളത്. ഭരണസമിതി കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF കൗൺസിലർമാർ പ്രതീകാത്മകമായി സമരം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് TR ഹിരണിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ കൗൺസിലർമാരായ സൗമ്യ പ്രതീഷ്, സിജിത്ത് MS, ലിംന മനോജ്, ഡോക്ടർ കീർത്തന കാർത്തികേയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തൃശൂർ.